ജപമാലമണിയിൽ മറഞ്ഞിരിക്കുന്നെൻ്റെ ജന്മസാഫല്യത്തിൻ നിധികൾ. ജപമാലമണിയിൽ മറഞ്ഞിരിക്കുന്നെൻ്റെ ജന്മസാഫല്യത്തിൻ നിധികൾ. ഓരോ മണിയും ഉരുവിടുമ്പോൾ ഞാൻ കോരിയെടുക്കുന്ന മണിമുത്തുകൾ. ഓരോ മണിയും ഉരുവിടുമ്പോൾ ഞാൻ കോരിയെടുക്കുന്ന മണിമുത്തുകൾ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിനൊരുക്കമായി നമ്മൾ നടത്തുന്ന തീർത്ഥയാത്രയുടെ ഈ ദിനത്തിൽ അനുഗ്രഹീതമായ ആരക്കുഴ മുത്തിയുടെ ദേവാലയത്തിലാണ് നമ്മളിന്നായിരിക്കുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മളിന്ന് ഈശോയെ ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് കരങ്ങളിൽ ജപമാലയെടുത്ത് നമ്മുടെ ഭവനങ്ങളിൽ ഒരുക്കിയിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിനരികിൽ ഭക്തിയോടെ നിന്ന് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പങ്കെടുക്കാം. ഇത് നമ്മൾ ഒരുമിച്ച് നടത്തുന്ന ശുശ്രൂഷയാണ്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നമ്മളെല്ലാവരും പരിശുദ്ധ അമ്മയുടെ ഈ സാന്നിധ്യത്തിൻ്റെ അരികിലുണ്ട്. ആ വലിയ ബോധ്യത്തോടെ നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ നിയോഗങ്ങളെയും ഞങ്ങൾക്ക് നേരിട്ട് അറിഞ്ഞുകൂടെങ്കിൽ പോലും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും ഹൃദയത്തിൽ ഞങ്ങളിപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. നമുക്കൊന്നു ചേർന്ന് ഈ പുണ്യപുരാതനമായ ആരക്കുഴ മുത്തിയുടെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകളെ ഇന്ന് സമർപ്പിക്കാം. ഈശോയെ ഈ അൾത്താരയിൽ നമുക്ക് ആരാധിക്കാം. കോതമംഗലം രൂപതയിലെ അതിപുരാതനമായ ആരക്കുഴ സെൻറ്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പിൽഗ്രിം സെൻറ്ററിലാണ് നാം ഇപ്പോൾ ആയിരിക്കുക. 1000 മാപ്പിളമാർക്കു വേണ്ടി 1000-ൽ വെച്ച് ദേവാലയമെന്നാണ് ആരക്കുഴ പള്ളിയെക്കുറിച്ച് പറയപ്പെടുക. AD 8-ാം നൂറ്റാണ്ട് മുതൽ ആരക്കുഴയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് അനേകം പേർ കുടിയേറി പാർത്തതായിട്ട് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇടമന ഇല്ലമാണ് ആദ്യമായി ക്രൈസ്തവ മതം സ്വീകരിച്ചതെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. അവരുടെ സ്വന്തമായ ഒരു കുരിശും ഒരു ശ്മശാനവും പിൽക്കാലത്ത് സ്ഥാപിതമായ ഒരു ദേവാലയവും ഇന്നും ചരിത്രസാക്ഷ്യമായി ആരക്കുഴയിൽ നിലകൊള്ളുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ സ്ഥാപിതമായ ഈ ദേവാലയത്തിന് ആത്മീയതയുടെ ഒരു വളരെ വലിയ ചരിത്രമുണ്ട്. ആകാശത്തിലെ ജലാശയങ്ങൾ തുറക്കപ്പെട്ട ചരിത്രം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആരക്കുഴ മുത്തിയുടെ ദൈവാനുഗ്രഹങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. താങ്ക് യു.
ഈശോയെ ആരാധിച്ച് ഈ സ്വർഗീയ സ്നേഹത്തെ ആദരിച്ച് നിത്യവും നിത്യവും ഈശോയെ, നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദുഃഖങ്ങളും ഞങ്ങളുടെ ആകുലതകളും ഭാരങ്ങളും നിന്റെ സന്നദ്ധിയിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സന്നദ്ധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ടെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. കർത്താവേ, അവിടുന്ന് ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. ഞങ്ങളുടെ സന്താപമെല്ലാം നിന്റെ സന്നിധിയിൽ ഇലപോലെ കൊഴിഞ്ഞു പോകുന്ന അനുഭവം ഉണ്ടാവട്ടെ. ഈ അമ്മമാരാവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ഈശോയെ നിന്നെ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഞങ്ങളിൽ നിന്ന് ദൂരെ അകലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ സന്തോഷം നിറയട്ടെ, വലിയ സമാധാനം നിറയട്ടെ, വലിയ സ്വസ്ഥത നിറയട്ടെ. ഞങ്ങളുടെ ഐശ്വര്യം കർത്താവേ അവിടുന്ന് പുനഃസ്ഥാപിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ ആരാധിച്ചുകൊണ്ട് പാടാം. ഈശോയെ ആത്മീയ സ്നേഹമേ, ഒരിക്കൽ കൂടി സ്വർഗീയ സ്നേഹമേ, ദൈവീക സ്നേഹമേ ആരാധന. ദൈവീക സ്നേഹമേ ആരാധന, നിത്യവും നിത്യവും ആരാധന. കർത്താവിൻ്റെ വചനം ഇങ്ങനെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ജോബിന്റെ പുസ്തകം 29-ാം അധ്യായം 5-ാം തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ സൗഹൃദം എൻ്റെ കൂടാരത്തിൻ്റെ മേലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സൗഹൃദം എൻ്റെ കൂടാരത്തിൻ്റെ മേലുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ആലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നൂറ്റാണ്ടുകളായി ഈ മണ്ണിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ പുണ്യ പുരാതനമായ ദേവാലയം, പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ എത്രയോ തലമുറകൾ ഈശോയെ ആരാധിച്ച ഈ ദേവാലയം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ സൗഹൃദം ഈ ആലയത്തിലുണ്ടായിരുന്നു. എത്രയോ നൂറ്റാണ്ടുകളായി ദൈവത്തിൻ്റെ ഒരു സ്നേഹം, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സൗഹൃദം ഈ മണ്ണിൽ ഈ ദേവാലയത്തിലുണ്ട്. ആ വലിയ ബോധ്യത്തോടെ നമുക്കും പാടി പ്രാർത്ഥിക്കാം.
സ്നേഹമേ, ആരാധന ദൈവിക സ്നേഹമേ, ദൈവത്തിന്റെ സൗഹൃദം നമ്മുടെ കൂടെയുണ്ടെന്ന ബോധ്യത്തോടെ ആരാധന ദൈവിക സ്നേഹമേ, ആരാധന ആ സ്നേഹം നമ്മുടെ കുടുംബങ്ങളിലുണ്ടെന്ന ബോധ്യത്തോടെ ആ ദൈവിക സ്നേഹം എന്റെ വ്യക്തി ജീവിതത്തിൽ ദൈവമുണ്ടെന്ന ബോധ്യത്തോടെ ദൈവിക സ്നേഹമേ, ആരാധന നിത്യവും നിത്യവും ആരാധന നിത്യവും 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 ജോബിന്റെ പുസ്തകത്തിലൂടെ കർത്താവ് അരുളിയ വചനം, ഈ ആലയത്തിലൂടെ നമുക്ക് ദൈവം നൽകിയ വചനം നമുക്ക് വീണ്ടും വീണ്ടും ഓർമ്മിക്കാം. ദൈവത്തിൻ്റെ സൗഹൃദം എൻ്റെ കൂടാരത്തിൻ്റെ മേൽ ഉണ്ടായിരുന്നു. ജോബ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ പങ്കുവയ്ക്കുന്ന വചനമാണ്, ജോബിൻ്റെ വാക്കുകളാണ്. എൻ്റെ ദൈവത്തിൻ്റെ സൗഹൃദം എൻ്റെ കൂടാരത്തിൻ്റെ മേലുണ്ടായിരുന്നു. ജോബിൻ്റെ ജീവിതം നമുക്കറിയാം. എന്തെല്ലാം സഹനങ്ങളിലൂടെ കടന്നുപോയൊരു മനുഷ്യൻ, ആ ഭവനത്തിൻ്റെ മേൽ ആഞ്ഞടിച്ച ദുരിതങ്ങൾക്ക് കണക്കില്ല. മരണം താണ്ഡവമാടിയ ഒരു ഭവനം, പ്രകൃതിക്ഷോഭങ്ങളാൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും വന്നൊരു ഭവനം. കൃഷി നശിച്ചു, തൊഴിലാളികൾ മരിച്ചു, കന്നുകാലികൾ ചത്തൊടുങ്ങി, ഉറവകൾ വറ്റി, ഭീകരജന്തുക്കൾ അഴിഞ്ഞാട്ടം നടത്തി. എല്ലാം തകർന്നു പോയൊരു ഭവനം. സുഹൃത്തുക്കൾ കൈയൊഴിഞ്ഞു, സ്നേഹിതന്മാർ പഴിചാരി മാറി നിന്നു, ജീവിത പങ്കാളി പോലും തള്ളിപ്പറഞ്ഞിട്ട് അകന്നുപോയി. അങ്ങനെ എല്ലാം തകർന്നൊരു മനുഷ്യൻ. മക്കൾ നഷ്ടപ്പെട്ടു, സ്നേഹിതർ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, പേരും പെരുമയും മഹിമയും ഒക്കെ നഷ്ടപ്പെട്ടു. എല്ലാവരും പഴിച്ചകന്നു പോയൊരു ജീവിതം. ശരീരം പോലും പഴുത്ത് വ്രണമായ ഒരു മനുഷ്യന്റെ ശരീരം. ആ മനുഷ്യനാണ് വചനത്തിലൂടെ പറയുന്നത്. ഇതൊക്കെയാണെങ്കിലും ദൈവത്തിൻ്റെ സൗഹൃദം എൻ്റെ കൂടാരത്തിൻ്റെ മേലുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാളുകൾ കഴിയുമ്പോൾ ജീവിതത്തിൽ നമ്മളും ഇങ്ങനെ പറയാൻ പ്രാപ്തരാകണമെന്നതാണ് അമ്മമാതാവ് ആഗ്രഹിക്കുക. കുരിശുകൾ ഒഴിയാതെ ജീവിച്ച അമ്മ, ആ അമ്മയുടെ ജീവിതത്തിൻ്റെ സുഗന്ധവും പുണ്യവും എന്താ? ദൈവത്തിൻ്റെ സൗഹൃദമുണ്ടായിരുന്നു എന്നതാണ്. ആത്മാവ് നിറഞ്ഞിരുന്നു മറിയത്തിൽ എന്നതാണ് മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത. യേശു നിറഞ്ഞിരുന്നു, പിതാവ് നിറഞ്ഞിരുന്നു. ഇതാണ് മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത. ഈ ആലയത്തിൻ്റെ, നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദേവാലയത്തിനും പറയാനുള്ളത് ഈ ഒരു ചരിത്രമാണ്. ദൈവത്തിൻ്റെ സൗഹൃദം ഉണ്ടായിരുന്നൊരിടം. നൂറ്റാണ്ടുകളിൽ ഒരുപാട് സങ്കീർണങ്ങളായ സങ്കടങ്ങളിലൂടെ കടന്നുപോയൊരിടമാണിത്. വലിയ ജലക്ഷാമം, വലിയ വേനൽ ഈ ദേശത്തെ മുഴുവൻ കീഴടക്കിയൊരു കാലമുണ്ടിതിന്. പക്ഷേ ആ കാലഘട്ടത്തിനെ അതിജീവിക്കാൻ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ ജനത്തെ ഒരുക്കിയത്. പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹത്താൽ വലിയ വരൾച്ച മാറി, വലിയ മഴ പെയ്തതിൻ്റെ ഒരു ചരിത്രം ഈ ദേശത്തിനുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഒരു സൗഹൃദം ഈ ദേവാലയത്തിൻ്റെ മേലുണ്ടായിരുന്നു. ആ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ.
ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. നമുക്ക് ഓർമ്മിക്കാം, ഈ ദേവാലയത്തോട് ദൈവം കാണിക്കുന്ന സ്നേഹം അതൊരിക്കലും അവസാനിച്ചിട്ടില്ല, അവസാനിക്കുകയുമില്ല. അത് പണ്ടെന്നതുപോലെ ഇന്നും സജീവമാണ്, പണ്ടത്തേക്കാൾ പുതുതാണ്. നമ്മളോട് ദൈവം കാണിക്കുന്ന സ്നേഹവും അങ്ങനെ തന്നെ. ആ സ്നേഹത്തെ നമുക്ക് ഓർമ്മിക്കാം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ സുഗന്ധം അതായിരുന്നു. നമുക്ക് ആ അമ്മയുടെ ജീവിതത്തിൻ്റെ ഭാഗ്യത്തെ ഓർത്ത്, ദൈവം ഇത്രമേൽ സൗഹൃദം സ്ഥാപിച്ച ഒരു വ്യക്തിയില്ലല്ലോ, പിതാവ് ഇതുപോലെ ഇണങ്ങിയ ഒരു പുത്രിയില്ലല്ലോ, ഈശോ ഇതുപോലെ ചേർന്നിരുന്ന ഒരു വ്യക്തിയില്ലല്ലോ, ആത്മാവ് ഇതുപോലെ പ്രണയിച്ചൊരു വ്യക്തിയില്ലല്ലോ. ആ അമ്മയുടെ ജീവിതത്തിന്റെ സുഗന്ധത്തെ നമുക്കും വാഴ്ത്തിപ്പാടാം. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു, സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു, സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു, സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു, സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു, സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു, സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു, സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു, സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. പരിശുദ്ധയമ്മേ, ഞങ്ങളുടെ ജീവിതങ്ങൾ അങ്ങയുടെ മുമ്പിലിരുന്ന് പരിശോധിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങൾ ദുർഗന്ധപൂരിതമാണ്. വിശുദ്ധിയുടെ, നന്മയുടെ, കൃപയുടെ ഒന്നും അഴുക്കും ദുർഗന്ധവും വമിപ്പിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ ഈശോയെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിന്റെ കരങ്ങളിലൂടെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ ആവസിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ റൂഹാദൻ ധൂപം നിറയ്ക്കൂ, ഇന്നോളം പാപത്തിൻ ദുർഗന്ധം പേറും, ആത്മാവിൽ റൂഹാദൻ ധൂപം നിറയ്ക്കൂ, ഇന്നോളം പാപത്തിൻ ദുർഗന്ധം പേറും, ആത്മാവിൽ റൂഹാദൻ ധൂപം നിറയ്ക്കൂ. ഓ ആത്മാവിൽ റൂഹാദൻ ധൂപം നിറയ്ക്കൂ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു, ഈശോയെ ആരാധിച്ച് സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു, സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. പരിശുദ്ധ അമ്മയോടുകൂടി ആരാധിക്കുന്നത് എത്രയോ ഉചിതമാണ്. ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയും, നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മുഖത്തിലൂടെ ഈശോയെ ധ്യാനിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയുടെ മുഖത്തിലൂടെ, പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിലൂടെ ഈശോയെ ആരാധിക്കുന്ന സമയമാണിത്. ആ വലിയ ബോധ്യത്തോടെ നമുക്കും പാടി വാഴ്ത്താം, ഈശോയെ ആരാധിക്കാം. ആദ്യത്തെ സക്രാരി നീയേ മന്നേ, ആദ്യത്തെ സക്രാരി നീയേ മന്നാവേ, ജീവന്റെ മന്നാവിൻ ഉദരഫലം തന്നെ. ഓ ജീവന്റെ മന്നാവിൻ ഉദരഫലം തന്നെ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു, സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. ആവർത്തിച്ച് പാടി ഈശോയെ ആരാധിക്കാം. അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു, സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു, സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ അങ്ങ് ആരാധിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധിക്കുന്നു.
പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധിക്കുന്നു. ഈശോയെ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധിക്കുന്നു. ഈശോയെ അങ്ങേ ജ്ഞാനികളോട് ചേർന്ന്, ഇടയരോട് ചേർന്ന്, വിശുദ്ധ യൗസേപ്പിനോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ ജീവിതങ്ങളിലും സുഹൃത്തുക്കളും കൃപകളും നിറയാൻ വലിയ ദൈവാനുഗ്രഹം നിറയാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 നമുക്ക് ഭക്തിപൂർവം പരിശുദ്ധ അമ്മയുടെ 8 നോമ്പ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ദാനങ്ങൾ നൽകി ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശയിൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ ഉജ്ജ്വലിപ്പിക്കണമേ. സഹോദര സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും കന്യകമാർ അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും, രാജപുത്രിമാർ അവളെ പ്രകീർത്തിക്കും. അവൾ സൂര്യനെ പോലെ ശോഭയുള്ളവളാകുന്നു, ചന്ദ്രനെ പോലെ അഴകുള്ളവളുമാകുന്നു. അവൾ തന്റെ മാതാവിന്റെ ഏകപുത്രിയും പിതാവിന്റെ വത്സലകുമാരിയുമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുമാമേ. പാപാന്തകാരം നിറഞ്ഞ ലോകത്തിൽ പ്രത്യാശയുടെ കിരണങ്ങൾ വീശിക്കൊണ്ട് പ്രഭാതതാരം പോലെ ഉദിച്ചുയരുവാൻ അങ്ങേ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ സജ്ജയാക്കിയ മിശിഹായെ, നന്മ നിറഞ്ഞവളും എല്ലാ സുഹൃതങ്ങളുടെയും വിളനിലവും മാലാഖമാരുടെ രാജ്ഞിയുമായ മാതാവിനെ അനുകരിച്ച് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വിശുദ്ധിയിലും വിജ്ഞാനത്തിനും വളർന്നു വരുവാനും സുഹൃത സമ്പന്നമായ ജീവിതത്തിനും ഭാഗ്യപ്പെട്ട മരണത്തിനും ശേഷം തൃത്വൈക ദൈവത്തെ മുഖാമുഖം കണ്ട് ആനന്ദിക്കാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും എല്ലാ സൃഷ്ടികൾക്കും മുമ്പേ കർത്താവ് എനിക്ക് ജന്മം നൽകി. ആഴങ്ങൾ ഉത്ഭവിക്കുന്നതിന് മുമ്പേ ഞാൻ ജനിച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ അവിടുത്തെ ആനന്ദ വിഷയമായിരുന്നു, മനുഷ്യരെന്നെ സ്തുതിച്ചുകൊണ്ടിരുന്നു. എന്റെ മാർഗം പിന്തുടരുന്നവരെല്ലാം ഏറ്റവും ഭാഗ്യവാന്മാരാകുന്നു. എന്നെ കണ്ടെത്തിയവരെല്ലാം ജീവനെ കണ്ടെത്തിയിരിക്കുന്നു. പിതാവിനും വാക്കിയും അന്ന എന്നിവരിൽ നിന്നും വചനമാകുന്ന ദൈവപുത്രന്റെ മാതാവായ മറിയം ജനിച്ചു. അതുവഴി പൂർവ്വപിതാക്കന്മാരുടെയും നീതിമാന്മാരുടെയും മാത്രമല്ല എല്ലാ തലമുറകളുടെയും പക്കലേക്ക് ദൈവാനുഗ്രഹം ഒഴുക്കപ്പെട്ടു. തലമുറകളുടെ മാതാവായ മറിയത്തെ നമുക്കും പ്രകീർത്തിക്കാം. ഏറ്റവും പരിശുദ്ധയായ കന്യകാമറിയമേ, ദൈവത്തിന് പരിപൂർണമായി വിധേയപ്പെട്ട് തന്നെ തന്നെ സമർപ്പിച്ചതുകൊണ്ട് എല്ലാ തലമുറകളാലും
ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കപ്പെടുവാൻ തക്കവിധം ദൈവൾ നിന്റെ പക്കൽ അഭയം തേടുന്നു. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദിവ്യപുത്രന്റെ ജനനത്തിൽ ഒരുങ്ങിയ നന്മ നിറഞ്ഞ മറിയമേ, വഴിയും സത്യവും ജീവനുമായ നിന്റെ ദിവ്യപുത്രന് അനുയോജ്യമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇപ്പോഴും ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ മാതാവേ, കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റുവാൻ മാധ്യസ്ഥം അപേക്ഷിച്ച നല്ല അമ്മേ, അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങളിലും ക്ലേശങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ. ഗാഗുൽത്തായിലേക്കുള്ള കുരിശിന്റെ വഴിയിലൂടെ തന്റെ പ്രിയപുത്രനെ അനുഗമിക്കുകയും കാൽവരിക്കുന്നിലെ കുരിശിൻ ചുവട്ടിൽ ഞങ്ങളെ മുഴുവനും നിന്റെ മക്കളായി സ്വീകരിക്കുകയും ചെയ്ത മറിയമേ, ഞങ്ങളുടെ സന്തോഷത്തിനും സന്താപത്തിനും നിന്റെ പ്രിയപുത്രനെ ആത്മാർത്ഥമായി അനുകരിക്കുന്നതിനും അങ്ങനെ നിന്റെ യഥാർത്ഥ മക്കളായി തീർന്ന് മിശിഹായുടെ സഹോദരനായി വളരുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ. നമ്മുടെ കരങ്ങളിൽ ജപമാലയെടുത്ത് സ്വർഗത്തിലുള്ള പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിനെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ മകളും പുത്രനായ ദൈവത്തിന്റെ അമ്മയും പരിശുദ്ധാത്മാവിന്റെ നിർമ്മല ആലയവുമായി തീർന്ന അമ്മേ, ഞങ്ങളിലും ത്രിത്വേക ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ക്രമപ്പെടുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. സന്തോഷത്തിന്റെ ദിവ്യരഹസ്യങ്ങളെ നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദിവ്യരഹസ്യത്തിൽ പരിശുദ്ധ കന്യകാമറിയം ഗർഭം ധരിച്ച് ഈശോ മിശിഹായെ പ്രസവിക്കുന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ അറിയിച്ചതിനെ നമുക്ക് ധ്യാനിക്കാം. ഈ ദിവ്യരഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വ്യക്തിജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടലുകളും ദൈവത്തിൻ്റെ കരവും ദർശിക്കുവാനുള്ള ആഗ്രഹം നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, നിൻ്റെ സൗഹൃദം എൻ്റെ വ്യക്തിജീവിതത്തിലുണ്ടാകാൻ, എൻ്റെ കുടുംബത്തിലൊന്ന് സംജാതമാകാൻ ഞാൻ എത്രയോ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സൗഹൃദം എൻ്റെ കൂടാരത്തിൻ്റെ മേലുണ്ടായിരുന്നു എന്ന് ജോബ് പറഞ്ഞതുപോലെ പറയാൻ ഈശോയെ ഞങ്ങളും ആഗ്രഹിക്കുന്നു. ആ വലിയ ആഗ്രഹത്തോടെ മറിയത്തിൻ്റെ പക്കലേക്ക് ദൈവം സൗഹൃദത്തിൻ്റെ സ്നേഹവാക്കുകളുമായി ഇറങ്ങി വന്നതുപോലെ നമ്മുടെ ജീവിത വഴികളിലും കർത്താവ് പ്രസാദിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യത്തിൽ പരിശുദ്ധ അമ്മ തൻ്റെ ഇളയമ്മയെ ചെന്ന് കണ്ട് സന്ദർശിച്ച് സഹായിക്കുന്നതിനെ നമുക്ക് ധ്യാനിക്കാം. ഈ ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ സന്ദർശിച്ച് അനുഗ്രഹിച്ച ഒരു ദേശത്താണ് നമ്മൾ നിൽക്കുക. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അമ്മ സന്ദർശിച്ച് ഒരു ദേശത്തിൻ്റെ ദാഹം തീർത്തതിൻ്റെ ചരിത്രം ഈ മണ്ണിലുണ്ട്. ആ വലിയ ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ വിവിധ ദേശങ്ങളിലായിരുന്നാണ് പ്രാർത്ഥിക്കുക. നമ്മുടെ ദേശങ്ങളെ ഒന്ന് ഓർത്തി, നമ്മുടെ സ്വന്തം മണ്ണിനെ ഓർക്കാം, നമ്മുടെ ഇടവകയെ ഓർക്കാം, നമ്മുടെ രൂപതയെ ഓർക്കാം, നമ്മുടെ രാഷ്ട്രത്തെ ഓർക്കാം. നമ്മുടെ ദേശത്തും സഭയിലുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ദാഹങ്ങളുമുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് വരൾച്ചകളുണ്ട്. ആ മേഖലകളെല്ലാം അമ്മയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അമ്മേ, ഞങ്ങളുടെ ദേശത്ത് ഈ കാലഘട്ടത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകകളിൽ, രൂപതകളിൽ, സഭയിൽ, രാഷ്ട്രത്തിലെല്ലാം ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപേക്ഷിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. മൂന്നാം ദിവ്യരഹസ്യത്തിൽ പരിശുദ്ധ ദൈവമാതാവ് തന്റെ തിരുക്കുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ ബെത്ലഹേം നഗരിയിൽ പാതിരായ്ക്ക് പ്രസവിച്ച് ഒരു തൊഴുക്കൂട്ടിൽ കിടത്തിയെന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. ഈ ദിവ്യരഹസ്യത്തിൽ ഇസ്രായേലിൽ ഭരിക്കേണ്ടവൻ പിറന്ന ആ വലിയ സന്തോഷത്തിൻ്റെ വാർത്ത നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഭരണാധികാരികളെയും നമുക്ക് ഓർമ്മിക്കാം. നമ്മുടെ രാജ്യത്തെയും മറ്റെല്ലാ രാജ്യങ്ങളിലുമുള്ള എല്ലാ ഭരണാധികാരികളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളുടെ ജുഡീഷ്യറി സിസ്റ്റത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നീതിപാലകരെ എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, രാജ്യത്ത് സത്യവും നീതിയും ധർമ്മവും ധാർമ്മികതയും നിറയുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ അതിൻ്റെ എല്ലാം ക്ഷാമം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഈ ദേവാലയത്തിന്, ഈ ദേശത്തിന് ഒരു ചരിത്രമുണ്ട്. ഭരണാധികാരികളുടെ അനീതിപൂർവമായ പെരുമാറ്റത്തിൽ ദൈവം ഇടപെടുന്നതും അവിടെ ദൈവം പ്രവർത്തിക്കുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ഭരണാധികാരികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദേവാലയത്തിലായിരുന്നു കൊണ്ട് ദൈവമേ, ഞങ്ങളുടെ രാഷ്ട്രീയ നീതിശാസ്ത്രങ്ങളെ, ധർമ്മശാസ്ത്രങ്ങളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭരണാധികാരികളെയും അനുഗ്രഹിക്കണമേ, എല്ലാ നേതാക്കന്മാരെയും അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. 4-ാം ദിവ്യരഹസ്യത്തിൽ പരിശുദ്ധ അമ്മയുടെ കാഴ്ച സമർപ്പണത്തെ നമുക്ക് ധ്യാനിക്കാം. തിരുക്കുടുംബം ആ കാലഘട്ടത്തിൻ്റെ രാജഭരണത്തിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിച്ച ഒരു ഭവനമാണ്. പലായനവും വലിയ ഞെരുക്കങ്ങളും ദാരിദ്ര്യവും ക്ലേശവും എല്ലാം ആ കുടുംബത്തിൽ വന്നത് ഭരണാധികാരികളുടെ അനീതി പോലും അധർമ്മവും വർദ്ധിച്ചതുകൊണ്ടാണ്. നമുക്ക് ഓർമ്മിക്കാം, ഈ ദേവാലയത്തിന് ചൂഷണത്തിനിരയായവർ, അനീതി സഹിക്കേണ്ടി വന്നവർ, വലിയ കുറവുകൾക്ക് വേദനകൾക്ക് അടിമയായി തീർന്ന മനുഷ്യർ, അവരുടെയൊക്കെ നിലവിളിക്ക് ഉത്തരമായി അമ്മ കടന്നു വന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു ചരിത്രം ഈ ദേശത്തുണ്ട്. കണ്ണുനീര്, വിലയുള്ള കണ്ണുനീരിന് സ്വർഗത്തിൽ എത്താൻ കഴിവുണ്ടെന്ന് ഈ ദേവാലയം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലോകമെമ്പാടും മർദ്ദനത്തിന് വിധേയരാകുന്ന, ചൂഷണങ്ങൾക്ക്, അനീതിക്ക് വിധേയരാകുന്ന മനുഷ്യരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും പെരുകുന്ന വർഗീയ പ്രവൃത്തികളെ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. ഭീകരപ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്നു. ധാർമ്മികമായ മൂല്യം നഷ്ടപ്പെട്ട് മാധ്യമങ്ങൾ എന്തും ഏതും പ്രവർത്തിക്കാവുന്ന വിധത്തിൽ രാഷ്ട്രത്തിൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവയെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം. അമ്മേ, ഈ കാലഘട്ടത്തിലും എല്ലാ അധപതനങ്ങളിലേക്കും അമ്മ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനിരയാകുന്ന നിസ്സഹായരെ അമ്മയെ മറക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിവിധ രാജ്യങ്ങളിൽ മർദ്ദനമേൽക്കുന്ന സഭാ സമൂഹത്തെ ഒക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, നിഷ്കളങ്കരുടെ രക്തവും അവരുടെ നിലവിളിയും അമ്മ കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗത്തിലേക്ക് അറിയിക്കണമേ. 5-ാം ദിവ്യരഹസ്യത്തിൽ കാണാതായ ഈശോയെ 3-ാം നാൾ ദേവാലയത്തിൽ കണ്ടെത്തുന്ന അമ്മയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 71-ാം അധ്യായം 20-ാം വാക്യം: ദാരുണമായ കഷ്ടതകൾ അവിടുന്ന് എനിക്ക് വരുത്തി, എങ്കിലും അവിടുന്ന് എനിക്ക് നവജീവൻ നൽകും. എൻ്റെ മഹത്വം അവിടുന്ന് വർദ്ധിപ്പിക്കുകയും എന്നെ വീണ്ടും ആശ്വസിപ്പിക്കുകയും ചെയ്യും. തമ്പുരാൻ്റെ ഈ വചനം നമുക്ക് ഓർമ്മിക്കാം. ഈ ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദേവാലയം നമ്മോട് തലമുറകളോട് പറയുന്ന വലിയൊരു രഹസ്യം ഇതാണ്. അവിടുന്ന് നമുക്ക് വലിയ കഷ്ടതകളും വലിയ ഞെരുക്കങ്ങളും ക്ഷാമങ്ങളും ഒക്കെ വരുത്തിയാലും അവിടുന്ന് വീണ്ടും നമ്മെ സന്ദർശിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും നമ്മുടെ മഹത്വം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് ഈ ദേവാലയം നമ്മോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിലിരുന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നമുക്ക് നഷ്ടമായ മേഖലകൾ, നമുക്ക് കുറവ് വന്ന മേഖലകൾ, നമുക്ക് പോരായ്മ വന്ന മേഖലകൾ, നമുക്ക് വീഴ്ചകൾ വന്ന മേഖലകൾ, അതെല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ വീണ്ടും ആശ്വസിപ്പിക്കും, വീണ്ടും അനുഗ്രഹിക്കും. ആ ബോധ്യത്തോടെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ,
എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമ്മുടെ ഈ ജപമാലയെ നമുക്ക് സമർപ്പിക്കാം. നമ്മൾ ഓരോരുത്തരും പലയിടങ്ങളിലായിരുന്ന് അർപ്പിച്ച ഈ ജപമാലയെ സകല വിശുദ്ധരുടെയും യോഗ്യതകളോട് ചേർത്ത് സമർപ്പിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശ്രപ്പായേലെ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പെ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്രീഹായെ, ഞങ്ങൾ ഏറ്റവും വലിയ പാപികളായിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടി ഒന്നായി ചേർത്ത് പരിശുദ്ധ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ എത്രയും വലിയ ഉപഹാരമായി കാഴ്ചവെപ്പാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ കൂട്ടായ്മയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച ജപമാല വീണ്ടും നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. എൻ്റെ കരങ്ങളിലിരിക്കുന്ന ജപമാലയിൽ നിങ്ങളുടെ എല്ലാ ജപമാലകളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും എല്ലാം ചേരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കത് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കാം. അമ്മ അത് ഈശോയ്ക്ക് സമർപ്പിക്കും. ഞാൻ മടങ്ങി വരാം, കണ്ണുനീർ പ്രാർത്ഥനയോടെ കാത്തിരുന്ന മാതാവേ ഞാൻ കാഴ്ചവയ്ക്കുന്നു എന്നെയുമെല്ലാരെയും നിൻ വിമല ഹൃദയത്തിൽ, എന്നെയുമെല്ലാരെയും നിൻ വിമല ഹൃദയത്തിൽ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,